ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഇംഗ്ലീഷ് റീഡിംഗ് എക്സസൈസ് വിത്ത് വൊക്കാബുലറി എന്നുള്ളൊരു ടോപ്പിക്കാണ്. ഇതൊരു സീരീസ് ഓഫ് വീഡിയോസാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷ് വായിച്ച് അതിനകത്തുള്ള പ്രധാനപ്പെട്ട വൊക്കാബുലറി അല്ലെങ്കിൽ വേർഡ്സിനെ കുറിച്ച് നമ്മൾ ഫെമിലർ ആകുന്ന ഒരു എക്സസൈസാണിത്. ഇതിപ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള ഒരു പാരഗ്രാഫാണ്. ആ പാരഗ്രാഫ് നമ്മൾ വായിച്ചിട്ട് നമുക്കതിനകത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ, വേർഡ്സ്, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാക്കുകളാണല്ല, അത്ര ഈസി ആയിട്ടുള്ളതല്ല. പൊതുവെ ആർക്കും ഈ വാക്കുകളൊന്നും ഫെമിലിയർ ആയിരിക്കത്തില്ല. ഇതിനകത്തിൽ ചിലപ്പം വളരെ റയറായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ മാത്രമേ പലരും കേട്ടിട്ടുള്ളായിരിക്കും, പലതിൻ്റെ അർത്ഥം അറിയത്തില്ലായിരിക്കും. ബൈ നമ്മൾ ഇംഗ്ലീഷ് ലേണിംഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ എക്സസൈസാണ് നമ്മൾ ഇംഗ്ലീഷ് റെഗുലറായിട്ട് വായിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഏതെങ്കിലും ന്യൂസ് പേപ്പർ ഡെയിലി ആകുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്, ദ ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ, ഇങ്ങനെ പല പത്രങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു പത്രം മേടിച്ച് നമ്മൾ സ്ഥിരമായി വായിക്കുക. പത്രം മാത്രമല്ല, മറ്റ് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ബുക്കുകൾ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, മീൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള എന്തും നമുക്ക് വായിക്കുവാൻ, നമുക്ക് അതിനെ റിലേ ചെയ്യാവുന്നതാണ്, ആശ്രയിക്കാവുന്നതാണ്. അപ്പം ഇംഗ്ലീഷ് പഠിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് റീഡിംഗ് എന്നുള്ളതാണ്. ആ കണ്ടിന്യൂസ് റീഡിങ് ന്യൂസ് പേപ്പർ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ നല്ലതായിരിക്കും. കാരണം അതിനകത്ത് നമുക്ക് റെഗുലാരിറ്റിയും കിട്ടും. നമുക്ക് ന്യൂസ് പേപ്പർ ആകുമ്പോൾ നമ്മൾ ഡെയിലി വായിക്കാൻ വേണ്ടി നമ്മളൊരു പ്രാക്ടീസ്, ഓൾറെഡി എല്ലാവരും പലതരത്തിലുള്ള ന്യൂസ് പേപ്പേഴ്സ് വായിക്കുന്നതായിരിക്കും, നമ്മുടെ മദർ ടങ്ങിലോ മലയാളത്തിലൊക്കെ ഉള്ള. അപ്പോൾ അതുപോലെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആകുമ്പോൾ നമുക്കതൊരു ഡെയിലി ഹാബിറ്റ് ആകും, അതിനൊരു റെഗുലാരിറ്റി ഉണ്ടാകും, അല്ലെങ്കിൽ അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്ക് ഒരു ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പാരഗ്രാഫ് നമുക്ക് അതിൽ നിന്ന് വായിച്ചിട്ട് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ മാർക്ക് ചെയ്തിരിക്കുന്ന, അതായത് ഈ കളർ കൊടുത്തിരിക്കുന്ന വൊക്കാബുലറിയാണ് ഞാൻ ഇവിടെ മീനിങ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം മീനിങ് ഞാൻ റൈറ്റ് സൈഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എന്താണ് അതിൻ്റെ അർത്ഥം, ഇവിടെ എന്താണ് അവർ അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്ക് പാരഗ്രാഫ് ആദ്യം ഒന്ന് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക്, വേർഡ് മീനിങ്ങിലേക്ക് നമുക്ക് പോകും. The resumption of hostilities between Thailand and Cambodia this week marks a dangerous unraveling of the fragile truce that US President Donald Trump helped broker just 2 months ago, and a slide toward a conflict that threatens regional stability. The latest escalation began in May when a Cambodian soldier was killed in skirmishes near the ancient Praya Vihar temple in the contested border region. Cambodia responded by banning Thai goods and closing key border crossings, driving bilateral ties to a new law. In July, 5 Thai soldiers were injured in a landmine explosion in the same area. Bangkok accused Cambodia of laying mines and downgraded diplomatic ties. This was followed by cross-border fighting that killed at least 48 people and displaced over 3 lakh civilians in 5 days. In late July, a diplomatic push by Malaysian Prime Minister Anwar Ibrahim, backed by Mr. Trump, produced a ceasefire, but tensions lingered. In November, Thailand announced that it would suspend implementation of the ceasefire after a landmine blast injured several soldiers. That decision set the stage for the fighting on December 7, with Cambodia accusing Thailand of launching airstrikes. ഇതാണ് പാരഗ്രാഫ്. ഇത് കംബോഡിയയും തായ്ലൻഡും തമ്മിൽ അടുത്തിടയ്ക്ക് നടന്ന യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പാരഗ്രാഫിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യങ്ങളും തമ്മിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യ പാകിസ്ഥാൻ പോലെ യുദ്ധം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ യുദ്ധത്തിനെ കുറിച്ചാണ് ഈ പറഞ്ഞ പാരഗ്രാഫ് ഇവിടെ പ്രതിപാദിക്കുന്നത്. പിന്നെ അത് നമുക്ക് ആദ്യത്തെ ദ റിസംഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ്. റിസംഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോസ്റ്റിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ശത്രുത, എനിമിറ്റി, അല്ലെങ്കിൽ അൺഫ്രണ്ട്ലിനെസ് ഒക്കെ പറയും. രണ്ട് വ്യക്തികൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പ് തമ്മിലോ രണ്ട് രാജ്യങ്ങൾ തമ്മിലോ, ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ഹോസ്റ്റലാണ്. ദ ഹോസ്റ്റിലിറ്റീസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന് പറയാം. അല്ലെങ്കിൽ ദ ഹോസ്റ്റിലിറ്റീസ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് യുക്രൈൻ, അല്ലെങ്കിൽ ദ ഹോസ്റ്റിലിറ്റീസ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇസ്രായേൽ. എന്നുവെച്ചാൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതയ്ക്കാണ് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഹോസ്റ്റിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ശത്രുതകൾ. ഹോസ്റ്റിലിറ്റി എന്നുള്ള വാക്കിൻ്റെ പ്ലൂറലാണ് ഹോസ്റ്റിലിറ്റീസ് എന്ന് പറയുന്നത്. ദ റിസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരാരംഭിക്കുക എന്നുള്ളതാണ്. വീണ്ടും തുടങ്ങുക, ശത്രുത വീണ്ടും തുടങ്ങി. തായ്ലൻഡും കംബോഡിയയും തമ്മിൽ വീണ്ടും തുടങ്ങിയ ശത്രുത എന്നുള്ള അർത്ഥമാണ് ദ റിസംഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ്. റിസംഷൻ വീണ്ടും തുടങ്ങുക എന്നുള്ളതാണ്. ദ റിസംഷൻ ഓഫ് എക്സാമിനേഷൻസ്, ഏതെങ്കിലും കാരണത്താൽ നിർത്തിവെച്ചിരുന്ന പരീക്ഷകൾ നിർത്തിവെച്ച് പിന്നെ അത് പുനരാരംഭിക്കുമ്പോഴാണ് റിസംഷൻ എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നത്. ദ റിസംഷൻ ഓഫ് കോൺഫ്ലിക്റ്റ്, ദ റിസംഷൻ ഓഫ് വാർ. ആദ്യം രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു, പിന്നെ അത് നിർത്തിവെച്ചു, പിന്നെ വീണ്ടും അത് ആരംഭിക്കുന്നതിനാണ് ദ റിസംഷൻ എന്ന് പറയുന്നത്. ദ റിസംഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ്. റിസംഷൻ അല്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂവേഷൻ, തുടർച്ച, റീഓപ്പണിങ്, വീണ്ടും തുടരുക, സ്റ്റാർട്ട് അഗെയിൻ, വീണ്ടും ആരംഭിക്കുക എന്നൊക്കെയാണ് ദ റിസംഷൻ. ഹോസ്റ്റിലിറ്റീസ് പറഞ്ഞാൽ എൻമിറ്റി, ശത്രുത, അൺഫ്രണ്ട്ലിനെസ്, സൗഹൃദമില്ലായ്മ എന്നൊക്കെയുള്ളതാണ് ഹോസ്റ്റിലിറ്റീസ് എന്ന് പറയുന്നത്. ഹോസ്റ്റൈൽ ആകുക എന്നൊക്കെ പറയത്തില്ലേ, നമുക്കെതിരാകുക, ശത്രുവാകുക എന്നൊക്കെയുള്ളതാണ് ഹോസ്റ്റൈൽ ആകുക. അതിൻ്റെ ഒരു വേർഡിൻ്റെ ആ വേർഡുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹോസ്റ്റിലിറ്റി എന്ന് പറയുന്നത്. കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള ഹോസ്റ്റിലിറ്റി. ദിസ് വീക്ക് മാർക്സ് എ ഡേഞ്ചറസ് അൺറാവലിംഗ് ഓഫ് ദി ഫ്രജൈൽ ട്രൂസ്. അൺറാവലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റിംഗ്, വേർപെടുക. ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെലിക്കേറ്റ്, ബ്രേക്കബിൾ അല്ലെങ്കിൽ ഈസിലി ബ്രോക്കൺ എന്നൊക്കെയാണ്. ഫ്രജൈൽ ട്രൂസ്. ട്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിനിർത്തൽ അല്ലെങ്കിൽ സമാധാനം. ആ സമാധാനം എന്ന് പറഞ്ഞാൽ ഫ്രജൈലാണ്. ഫ്രജൈൽ എന്ന് പറഞ്ഞാൽ എളുപ്പം, വലിയ ശക്തിയൊന്നും ഇല്ലാത്തതിനാണ് നമ്മൾ ഫ്രജൈൽ എന്ന് പറയുന്നത്. പെട്ടെന്ന് ബ്രേക്ക് ആവുന്ന, അല്ലെങ്കിൽ ഫ്രജൈൽ ട്രൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമാധാന സമാധാനം അവർ തീരുമാനിച്ചു, പക്ഷേ അത് അത്രത്തോളം നിലനിൽക്കുമെന്ന് അറിയത്തില്ല. ഏത് സമയവും വീണ്ടും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ ഒരു വാർ, യുദ്ധം ആരംഭിക്കാം. അപ്പം അങ്ങനെയുള്ളൊരു കണ്ടീഷനാണ് ഫ്രജൈൽ എന്ന് പറയുന്നത്. ഫ്രജൈൽ പീസ് അല്ലെങ്കിൽ ഫ്രജൈൽ ട്രൂസ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഫ്രജൈൽ റിലേഷൻ ഉണ്ട്, പക്ഷേ അത്ര സുഖകരമല്ല. ഏത് സമയത്തും അത് പിന്നെ വളരെ മോശമാകാം. അപ്പം അതിനാണ് ഫ്രജൈൽ എന്ന് പറയുന്നത്. ഡെലിക്കേറ്റ് ആണ്, ബ്രേക്കബിൾ ആണ്. ഇപ്പം ഈ ഒരു കോണ്ടസ്റ്റിൽ ഏത് സമയത്തും അത് നില അവസാനിക്കാം. ഏത് ട്രൂസ്, പീസ് എന്നുള്ള, ആ പീസ് എന്നുള്ള സമാധാനം എന്ന് പറയുന്ന അവസ്ഥ ഏത് സമയവും അത് ബ്രേക്ക് ചെയ്യപ്പെടാം, വയലേറ്റ് ചെയ്യപ്പെടാം, ലംഘിക്കപ്പെടാം എന്നുള്ളതാണ്. അൺട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക, അൺഡൂയിങ് എന്ന് വെച്ചാൽ ഒരു കാര്യം, നമ്മൾ ചെയ്ത ഒരു കാര്യം അത് നിർത്തലാക്കുക അല്ലെങ്കിൽ നിലനിന്ന് പോവുക, അതിനാണ് അൺട്രാവലിംഗ് എന്ന് പറയുന്നത്. ഡേഞ്ചറസ് അൺട്രാവലിംഗ്. ഡേഞ്ചറസ് പറഞ്ഞാൽ വളരെ അപകടകരമായിട്ടുള്ള. ഡേഞ്ചറസ് നമുക്കറിയാം, ആ വാക്ക് നമുക്ക് പൊതുവെ നമുക്കറിയാവുന്നതാണ്. ഡേഞ്ചറസ് എന്നാണ്, ഡേഞ്ചറസ് എന്നുള്ളത്. അൺട്രാവലിംഗ് ഓഫ് ദ ഫ്രജൈൽ ട്രൂസ്. ഫ്രജൈൽ ട്രൂസ് അല്ലെങ്കിൽ ഫ്രജൈൽ പീസ്. ഈ ഫ്രജൈലായിട്ടുള്ള പീസ് ഏത് സമയവും നിലനിൽക്കാൻ സാധ്യതയുള്ളതാണ്. ദാറ്റ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹെൽപ്ഡ് ബ്രോക്കർ. എന്നുവെച്ചാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ സഹായത്തോടുകൂടി അദ്ദേഹം ഒരു ബ്രോക്കറായിട്ട്, അല്ലെങ്കിൽ ഈ ബ്രോക്കർ എന്ന് നമ്മൾ ഇടനിലക്കാരനായിട്ട് നിന്നിട്ട് ഈ സമാധാനം ഉണ്ടാക്കിയ, ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള യുദ്ധത്തിന് ഒരു സമാധാനം ഉണ്ടാക്കിയെങ്കിലും അത് ഏത് സമയവും വീണ്ടും യുദ്ധത്തിലേക്ക് പൊട്ടിപ്പുറപ്പെടാം എന്നുള്ളതാണ് ഫ്രജൈൽ ട്രൂസ് എന്ന് പറയുന്നത്. 2 മാസത്തിന് മുമ്പ് ഡൊണാൾഡ് ട്രംപ് ഇടനില നിന്ന് സഹായിച്ച് ഉണ്ടാക്കിയെടുത്ത ഈ പീസ് അല്ലെങ്കിൽ സീസ് ഫയർ, വെടിനിർത്തൽ, അത് ഫ്രജൈലാണ്. അപ്പോൾ അത് പിന്നെ
കളറായ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അവസ്ഥയിലൊക്കെ അത് അൺട്രാവൽ ചെയ്യണം. അതല്ല, അൺട്രാവൽ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ഈ സമാധാനം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് അകന്നു പോകുന്ന, അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ള സമാധാനത്തിനെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു കാഴ്ച എന്നുള്ളതാണ്. അപ്പം ഇതാണ് ഇവിടുത്തെ നമ്മൾ പ്രധാനപ്പെട്ട റിസംഷൻ, ഹോസ്റ്റിലിറ്റീസ്, അൺട്രാവലിംഗ്, ഫ്രജൈൽ, ട്രൂസ്. ട്രൂസ് പറഞ്ഞാൽ പീസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സീസ് ഫയർ. രണ്ട് ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ട്രൂസിൽ, ട്രൂസ് പറഞ്ഞാൽ സമാധാനത്തിലേക്ക് വന്നു, വെടിനിർത്തൽ കരാർ, ട്രൂസ്. അതിനാണ് ട്രൂസ് എന്ന് പറയുന്നത്. ബ്രോക്കർ, ഹെൽപ്ഡ് ബ്രോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടനില നിന്ന് സഹായിച്ചു എന്നുള്ളതാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹെൽപ്ഡ് ബ്രോക്കർ. നമ്മൾ ബ്രോക്കർ എന്നുള്ള വാക്ക് കേട്ടിട്ടുണ്ട്. ബ്രോക്കർ എന്ന് നമ്മൾ സാധാരണ കേൾക്കാറുള്ള വാക്ക്, കൊടുക്കുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല. സാധാരണ മാരേജ് ബ്രോക്കർ, അല്ലെങ്കിൽ പിന്നെ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, ഇൻഷുറൻസ് ബ്രോക്കർ എന്നൊക്കെ പറയും. എന്നുവെച്ചാൽ ഇടനിലക്കാരൻ. രണ്ട് വ്യക്തികളെ തമ്മിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് അവരെ തമ്മിൽ റിലേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു വ്യക്തിയെ ആണ് ബ്രോക്കർ എന്ന് പറയുന്നത്. ബ്രോക്കറിങ് ദ പീസ്, സമാധാനത്തിനുള്ള ഇടനില നിൽക്കുക എന്നൊക്കെയുള്ള അവസ്ഥകൾ. അപ്പം അങ്ങനെ ഡൊണാൾഡ് ട്രംപ് ഇടനിലക്കാരനായിട്ട് നിന്ന്, അല്ലെ ഇടനില നിന്ന് ഈ ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം കൊണ്ടുവന്നെങ്കിലും അത് ഫ്രജൈലാണ്, വളരെ ഡെലിക്കേറ്റ് ആണ്. അത് ഡേഞ്ചറസ് ആയിട്ടുള്ള അൺട്രാവലിംഗ് എന്ന് വെച്ചാൽ വീണ്ടും വളരെ അപകടകരമാവുന്ന അവസ്ഥയിലേക്ക് അത് വഴുതി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ആൻഡ് സ്ലൈഡ് ടുവേർഡ്, സ്ലൈഡ് ടുവേർഡ് എന്ന് പറഞ്ഞാൽ മൂവ് ഇൻ ടു, സ്ലിപ്പ് ഇൻ ടു. ആൻഡ് സ്ലൈഡ് ടുവേർഡ് എ കോൺഫ്ലിക്റ്റ്. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ബാറ്റിൽ, യുദ്ധം, വഴക്ക്, രണ്ട് രണ്ട് ആൾക്കാർ നമ്മൾ, കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ടു പീപ്പിൾ. കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിലാകുമ്പോൾ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ബാറ്റിൽ എന്ന് പറയാം, വാർ എന്ന് പറയാം, ഫൈറ്റ്, ക്ലാഷ്, യുദ്ധം, അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, വഴക്ക്, ഇതിനൊക്കെയാണ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ത്രട്ടൻസ് റീജിയണൽ സ്റ്റെബിലിറ്റി. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥിരത. ആ ഒരു സ്ഥലത്തെ സ്ഥിരത ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ ആ സ്ഥലത്തെ ഇരു രാജ്യങ്ങളും എവിടാണോ ഉള്ളത് ആ സ്ഥലത്തെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്ക് ഇത് സ്ലൈഡ് ടുവേർഡ്, നീങ്ങാൻ തുടങ്ങിയെന്ന് പറയുന്നത്. സ്ലൈഡ് ടുവേർഡ് എ കോൺഫ്ലിക്റ്റ്, ഒരു വഴക്കിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക്, ആ റീജിയണൽ സ്റ്റെബിലിറ്റി, ആ സ്ഥലത്തിൻ്റെ സ്ഥിരത ഭീഷണിപ്പെടുത്തുന്ന തരത്തിലേക്കുള്ളൊരു കോൺഫ്ലിക്റ്റിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. സ്ലൈഡ് ടുവേർഡ് എന്ന് പറഞ്ഞാൽ മൂവ് ഇൻ ടു, അല്ലെങ്കിൽ സ്ലിപ്പ് ഇൻ ടു എ കോൺഫ്ലിക്റ്റ്, ഒരു വഴക്കിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദ ലേറ്റസ്റ്റ് എസ്കലേഷൻ. എസ്കലേഷൻ എന്ന് പറഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പ്രശ്നം തുടങ്ങിയതെന്നല്ല, അത് എസ്കലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക എന്നൊക്കെ അല്ലാത്തതാണ്. റൈസ്, ഇൻക്രീസ്, ഇൻറ്റൻസിഫിക്കേഷൻ, അതിനെ രൂക്ഷമാകുക. എസ്കലേഷൻ ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദ എസ്കലേഷൻ ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. ഈ യുദ്ധം രൂക്ഷമാകാൻ തുടങ്ങിയത് മെയ്യിലാണ്. ദ ലേറ്റസ്റ്റ് എസ്കലേഷൻ ബിഗാൻ ഇൻ May when a Cambodian soldier was killed in skirmishes. സ്കിർമിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്നുള്ള അർത്ഥമാണ്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സ്കിർമിഷ് എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ്, അല്ലെങ്കിൽ ബാറ്റിൽ, ക്ലാഷ്, ടസിൽ. ഇവിടെ നമ്മൾ ഈ മീനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് സ്കിർമിഷ് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്കിർമിഷ് എന്ന് പറഞ്ഞാൽ സ്കിർമിഷ് ബിറ്റ്വീൻ ടു പീപ്പിൾ, അല്ലെങ്കിൽ സ്കിർമിഷ് ബിറ്റ്വീൻ ദ നെയ്മേഴ്സ്, അയൽക്കാർ തമ്മിലുള്ള പ്രശ്നത്തിന് സ്കിർമിഷ് എന്ന് വേണേൽ പറയാം. അവർ തമ്മിൽ എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാകുമ്പോൾ അതിനെ സ്കിർമിഷ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കംബോഡിയയും തായ്ലൻഡും തമ്മിലുള്ള, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നത്തിൽ, അതായത് അവരുടെ പുരാതനമായിട്ടുള്ള ഒരു ടെമ്പിളിനടുത്ത് വെച്ച് അവർ തമ്മിലുള്ള ഈ
വഴക്കിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ ഒരു കംബോഡിയൻ സോൾജർ മരണപ്പെട്ടു. എ സോൾജർ വാസ് കിൽഡ്. കിൽഡ് എന്ന് പറഞ്ഞാൽ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളത്. ഇൻ സ്കിർമിഷസ് നിയർ ദി ഏൻഷ്യൻറ്റ്. ഏൻഷ്യൻ എന്ന് പറഞ്ഞാൽ ഓൾഡ്, നമുക്കറിയാം, പുരാതനമായിട്ടുള്ള ഏൻഷ്യൻ ടെമ്പിളാണ്. വളരെ പുരാതനമായിട്ടുള്ള പഴയ ഒരു ടെമ്പിൾ. ആ ടെമ്പിളിൻ്റെ അടുത്ത് വെച്ച്, അതായത് ഈ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തിയിൽ അടുത്തുള്ളൊരു ടെമ്പിളിൻ്റെ അടുത്ത് വെച്ചുണ്ടായ പ്രശ്നത്തിൽ ഒരു കംബോഡിയൻ പട്ടാളക്കാരൻ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത്. എ കംബോഡിയൻ സോൾജർ വാസ് കിൽഡ് ഇൻ സ്കിർമിഷസ്. സ്കിർമിഷ് എന്ന് പറഞ്ഞാൽ ബാറ്റിൽ, ഫൈറ്റ്, ക്ലാഷ്, ടസിൽ. അത് രാജ്യങ്ങൾ തമ്മിലാകുമ്പം നമുക്കറിയാം, സ്കിർമിഷ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ സ്കിർമിഷ് ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇസ്രായേൽ. ഫൈറ്റ്, വഴക്ക്, യുദ്ധം, തമ്മിലടി, ഇങ്ങനെയൊക്കെയുള്ളൊരു ഇതിനാണ് സ്ക്രിമിഷ് എന്ന് പറയുന്നത്. ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓൾഡൻ, ഏജ് ഓൾഡ്, ഒത്തിരി പുരാതനമായിട്ടുള്ള, വളരെ പഴയതെന്നൊക്കെയുള്ളതാണ് ഏൻഷ്യൻ്റ്. ഏൻഷ്യൻ റിലീജിയൻ, ഏൻഷ്യൻ ടെമ്പിൾ, അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് പീപ്പിൾ, ഏൻഷ്യൻ ലാംഗ്വേജ് എന്നൊക്കെ നമുക്ക് വേണേൽ പറയാം. പുരാതനമായിട്ടുള്ള എന്തോ, പ്രീ ഹിസ്റ്റോറിക്, ചരിത്രാതീതമായിട്ടുള്ള എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ഏൻഷ്യൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ ആ ടെമ്പിളിനെ സൂചിപ്പിക്കാനാണ്. ടെമ്പിൾ വളരെ പഴയതായിരുന്നു എന്ന് പറയുന്നതാണ് ഇവിടെ അതുപോലെ. ഇൻ ദ കോണ്ടസ്റ്റഡ് ബോർഡർ റീജിയൻ. കോണ്ടസ്റ്റഡ് ബോർഡർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഈ അതിർത്തി പ്രശ്നം, അതിർത്തി വഴക്ക് നടന്ന പ്രദേശത്ത് ഉള്ള ഒരു ടെമ്പിളിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള ഈ സ്കിർമിഷിലാണ് ഒരു കംബോഡിയൻ സോൾജർ കൊല ചെയ്യപ്പെട്ടത്. കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ, കോണ്ടസ്റ്റ് ചെയ്യാൻ നമുക്ക് മത്സരിക്കുക എന്നൊക്കെയുള്ളതാണ്. പരസ്പരം ഫൈറ്റ് ചെയ്യുന്നതിനാണ് കോണ്ടസ്റ്റ്, അല്ലേ? പിന്നെ ഫുട്ബോൾ മാച്ച്, അല്ലെങ്കിൽ ഇറ്റ്സ് എ കോണ്ടസ്റ്റ് ബിറ്റ്വീൻ ടു ടീംസ്. രണ്ട് ടീമുകൾ തമ്മിലുള്ള കോണ്ടസ്റ്റാണ്. അല്ലെങ്കിൽ ഇറ്റ്സ് കോണ്ടസ്റ്റ് ബിറ്റ്വീൻ ടു പീപ്പിൾ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കോണ്ടസ്റ്റ്, മത്സരം, അതിനാണ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഈ ബോർഡർ റീജിയനിൽ അവർ വഴക്കിട്ട എന്നുള്ളതാണ് കോണ്ടസ്റ്റഡ്. വഴക്കിട്ടു, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ആ ഒരു ഫൈറ്റ്, കോമ്പറ്റീഷൻ, വെല്ലുവിളി, ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ അർത്ഥം. കോണ്ടസ്റ്റ് എന്ന് പറയുന്നത്. കോണ്ടസ്റ്റ് എന്നല്ല, ഫൈറ്റ്, കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ചലഞ്ച്, ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം വരുന്നതാണ്. ഈ രാജ്യങ്ങളും തമ്മിൽ വഴക്കിട്ട അല്ലെങ്കിൽ പ്രശ്നമുണ്ടായ, പ്രശ്നബാധിത പ്രദേശം എന്നുള്ള ബോർഡർ റീജിയൻ. കംബോഡിയ റെസ്പോണ്ടഡ് ബൈ ബാനിങ് തായ് ഗുഡ്സ്. ബാൻ ചെയ്യാതെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഉപരോധിക്കുക എന്നൊക്കെയുള്ളതാണ്. ബാനിങ്, വീറ്റോ ചെയ്യുക, പ്രൊഹിബിഷൻ, തടസ്സപ്പെടുത്തുക എന്നൊക്കെയുള്ളതാണ്. ഇപ്പോൾ ബാൻ ദ ഗുഡ് എന്ന് പറഞ്ഞാൽ, ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പം മറ്റൊരു രാജ്യത്തിൻ്റെ സാധനം നമ്മുടെ രാജ്യത്ത് വിലക്കുക. ഇപ്പം ചൈനയിൽ നിന്ന് ഇന്ത്യ ഇസ് ബാനിങ് ചൈനീസ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഇന്ത്യ ഇസ് ബാനിങ് പാകിസ്ഥാനി ഗുഡ്സ് എന്നൊക്കെ പറഞ്ഞാൽ, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന സാധനങ്ങൾ നമ്മൾ ഉപരോധിക്കുക അല്ലെങ്കിൽ വിലക്കുക. എന്നുവെച്ചാൽ ഇന്ത്യയിൽ അത് വിൽക്കാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ വിൽക്കാൻ പാടില്ല എന്ന്. അതിനാണ് ബാൻ ചെയ്യാന്ന് പറയുന്നത്. ഉപരോധിക്കുക അല്ലെങ്കിൽ വിലക്കുക എന്നൊക്കെയുള്ളതാണ്. കംബോഡിയ റെസ്പോണ്ടഡ് ബൈ, അപ്പം കംബോഡിയയുടെ ഒരു പട്ടാളക്കാരനെ കൊന്നപ്പോൾ കംബോഡിയ അതെങ്ങനെ റെസ്പോണ്ട് ചെയ്തു, പ്രതികരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റെസ്പോണ്ട് ചെയ്യാൻ പ്രതികരിക്കുക എന്നുള്ളതാണ്. കംബോഡിയ റെസ്പോണ്ടഡ് ബൈ ബാനിങ്, അതായത് തായ്ലൻഡിലെ സാധനങ്ങൾ ഉപരോധിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനെ വിലക്കേർപ്പെടുത്തി ആണ് കംബോഡിയ പ്രതികരിച്ചത്. ആൻഡ് ക്ലോസിങ് കീ ബോർഡർ ക്രോസിങ്സ്. കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താക്കോൽ കീ അല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പ്രധാനപ്പെട്ട എന്നുള്ള അർത്ഥം അതാണ് കീ എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. കീ ബോർഡർ ക്രോസിങ്, വളരെ പ്രധാനപ്പെട്ട ബോർഡർ ക്രോസിങ് അടച്ച്, അതുപോലെ തന്നെ തായ്ലൻഡിൻ്റെ ഗുഡ്സിനെ, തായ്ലൻഡിൽ നിന്നുള്ള സാധനങ്ങളെ ഉപരോധം ഏർപ്പെടുത്തി ആണ് കംബോഡിയ റെസ്പോണ്ട് ചെയ്തത്, പ്രതികരിച്ചത്. അപ്പോൾ കീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെയിൻ, വൈറ്റൽ, സിഗ്നിഫിക്കൻറ്റ്, പ്രധാനപ്പെട്ട എന്നൊക്കെയാണ്. കീ പോസ്റ്റ്, വളരെ പ്രധാനപ്പെട്ട പദവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കീ പേഴ്സൺ അല്ലെങ്കിൽ കീ സ്പീക്കർ, പ്രധാനപ്പെട്ട പിന്നെ പ്രാസംഗികൻ എന്നൊക്കെയുള്ള. കീ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എന്നുള്ള അർത്ഥം വരുന്നതാണ് കീ, KEY. ഇപ്പം കീ ബോർഡർ ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട, അവരുടെ
അതിർത്തികൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ അവർ അടയ്ക്കുകയും അതുപോലെ തന്നെ തായ്ലൻഡിലെ ഗുഡ്സ് ബാൻ ചെയ്യുകയൊക്കെ ചെയ്താണ് കംബോഡിയ റെസ്പോണ്ട് ചെയ്ത് പ്രതികരിച്ചെന്നുള്ളതാണ്. ഡ്രൈവിംഗ് ബൈലാറ്ററൽ ടൈസ്. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ രണ്ട് രണ്ട് പിന്നെ രാജ്യങ്ങൾ തമ്മിലാകുമ്പോൾ ഉഭയകക്ഷിപരമായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ, ടു സൈഡഡ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളതാണ് ബൈലാറ്ററൽ. ഇപ്പം യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്തുനിന്ന് മാത്രം. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ബൈലാറ്ററൽ ടൈസ് എന്ന് പറഞ്ഞാൽ ഉഭയകക്ഷി ബന്ധങ്ങൾ എന്നുള്ളതാണ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ. അല്ലെങ്കിൽ ടു സൈഡഡ്, മ്യൂച്വൽ, പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധം. ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻസ്, കണക്ഷൻസ് ഒക്കെ ഉള്ള അർത്ഥമാണ്. ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, അല്ലെങ്കിൽ ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങൾ എന്നുള്ളതാണ് ടൈസ് എന്നുള്ള അർത്ഥം. ടൈസ് എന്നുള്ള വാക്കിൻ്റെ അല്ലെങ്കിൽ ടൈസ് എന്നുള്ള വൊക്കാബുലറിയുടെ അർത്ഥം. ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന, അല്ലെങ്കിൽ ഇന്ത്യ ചൈന ടൈസ്, ബയലാറ്ററൽ ടൈസ്, ഉഭയകക്ഷി ബന്ധങ്ങൾ. രണ്ട് രാജ്യങ്ങളും പരസ്പരമുള്ള ബന്ധത്തിനെയാണ്, അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, രണ്ട് വശങ്ങൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഏർപ്പാടിനാണ് ബൈലാറ്ററൽ എന്ന് പറയുന്നത്. ബൈലാറ്ററൽ ടൈസ് എന്ന് പറയുമ്പോൾ ഉഭയകക്ഷി പരസ്പരം ഉള്ള ബന്ധങ്ങൾ എന്നുള്ളതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഡ്രൈവിംഗ് ബൈലാറ്ററൽ ടൈസ് ടു എ ന്യൂ ലോ എന്ന് വെച്ചാൽ നിലനിന്നിരുന്ന ഉഭയകക്ഷി ബന്ധങ്ങൾ വളരെ മോശമായി താഴേക്ക് പോയി. ഡ്രൈവിംഗ് ടു എ ന്യൂ ലോ, ഒരു പുതിയ താഴേക്കുള്ള തലത്തിലേക്ക് എത്തി എന്നാണ് അതിൻ്റെ അർത്ഥം, ഉഭയകക്ഷി ബന്ധങ്ങൾ. ഇൻ ജൂലൈ 5 തായ് സോൾജേഴ്സ് വെർ ഇൻജേർഡ് ഇൻ എ ലാൻഡ് മൈൻ എക്സ്പ്ലോഷൻ. എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബോംബ് എക്സ്പ്ലോഡ് ചെയ്യാന്ന് പറയും. ബോംബ് എക്സ്പ്ലോഷൻ, ബോംബ് പൊട്ടിത്തെറിക്കുന്നതിനാണ് എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറി എന്നുള്ളതാണ്. ഒരു ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് 5 തായ്ലൻഡ് സോൾജേഴ്സിന് മുറിവേറ്റിരുന്നു, ആ പറഞ്ഞ സെയിം ഏരിയയിൽ തന്നെ, ജൂലൈ മാസത്തിൽ. ബാങ്കോക്ക് അക്യൂസ്ഡ് കംബോഡിയ. എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാസ്റ്റ്, പൊട്ടിത്തെറിക്കുക, ബോംബ് ബ്ലാസ്റ്റ് എന്ന് കേട്ടില്ല, ബോംബ് എക്സ്പ്ലോഷൻ. ഡിറ്റൊണേഷൻ ബോംബ് പൊട്ടിക്കുക എന്നൊക്കെയുള്ള, ഡിറ്റൊണേറ്റ് ചെയ്യുക എന്നുള്ളത്. ബോംബ് ഡിറ്റൊണേഷൻ അല്ലെങ്കിൽ ബോംബ് ബ്ലാസ്റ്റ്, ബോംബ് എക്സ്പ്ലോഷൻ എന്നൊക്കെ പറയും. ഇവിടെ ബോംബ് എന്ന് പറഞ്ഞാൽ ലാൻഡ് മൈൻ പൊട്ടിത്തെറിച്ച് തായ്ലൻഡിൻ്റെ 5 സോൾജേഴ്സിന് പരിക്കേറ്റിരുന്നു, ആ പറഞ്ഞ സെയിം സ്ഥലത്ത് തന്നെയുള്ള. ബാങ്കോക്ക് അക്യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തുക എന്നൊക്കെയുള്ളതാണ്. കുറ്റപ്പെടുത്തുക, വിമർശിക്കുക എന്നൊക്കെയുള്ളതാണ് അക്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ബാങ്കോക്ക് അക്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അടുത്ത് നോക്കാം. അക്യൂസിനെ ബ്ലെയിം ചെയ്യുക, കുറ്റപ്പെടുത്തുക. ഫോൾട്ടിനെ കുറ്റം കണ്ടെത്തുക, റിപ്രോച്ച് ചെയ്യുക, വഴക്ക് പറയുക, സെൻഷർ കഴിഞ്ഞാൽ വഴക്ക് പറയുക അല്ലെങ്കിൽ വിമർശിക്കുക എന്നൊക്കെയുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള അർത്ഥം വരുന്നതാണ് അക്യൂസ് എന്ന്. എന്തൊക്കെ ബാങ്കോക്ക് തായ്ലൻഡിൻ്റെ തലസ്ഥാനമാണ് ബാങ്കോക്ക്. പത്രങ്ങളിലൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ രാജ്യങ്ങളുടെ തലസ്ഥാനത്തിൻ്റെ പേരുകൾ വെച്ച് ഇങ്ങനെ മെൻഷൻ ചെയ്യാറുണ്ട്. ഇപ്പം ന്യൂഡൽഹി അക്യൂസ്ഡ് ഇസ്ലാമാബാദ് എന്നൊക്കെ പറയും. മനസ്സിലായില്ല? ന്യൂഡൽഹി അക്യൂസ് ഇസ്ലാമാബാദ്, പത്രങ്ങളിൽ സാറിനെ അവരങ്ങനെ ഉപയോഗിക്കും. ഇപ്പം ഇവിടെ ബാങ്കോക്ക് അക്യൂസ് എന്നല്ല, തായ്ലൻഡ് കംബോഡിയ കുറ്റം പറഞ്ഞു എന്നുള്ളതാണ്. ഓഫ് ലേയിങ് മൈൻസ്, ഈ മൈനൊക്കെ അവിടെ കുഴിച്ചിടുകയോ അല്ലെങ്കിൽ കൊണ്ട് സ്ഥാപിക്കുകയൊക്കെ ചെയ്തതിന്. ആൻഡ് ഡൗൺഗ്രേഡഡ് ഡിപ്ലോമാറ്റിക് ടൈസ്, രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ ഡൗൺഗ്രേഡ് ചെയ്തു. ഡൗൺഗ്രേഡ് കഴിഞ്ഞാൽ ഡിമോട്ട് ചെയ്തു. നമ്മളിപ്പം ഒരു സ്റ്റാഫിനെ, ഒരു എംപ്ലോയിയെ ഡിമോട്ട് ചെയ്യാന്ന് കേട്ടില്ലേ? എന്നുവെച്ചാൽ ഇപ്പോൾ ഉണ്ടായിരുന്ന പദവിയിൽ നിന്നും താഴേക്ക് കൊണ്ടുപോകുന്നതിനാണ് എന്ന് പറഞ്ഞാൽ ഡിമോട്ട് ചെയ്യുക നമ്മൾ പറയും. ഉയർന്ന പദവിയിൽ നിന്നും താഴ്ന്ന പദവിയിലേക്ക് വരുന്നതിനാണ് ഡിമോട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഡൗൺഗ്രേഡ് ചെയ്യുക എന്ന് പറയും, ഗ്രേഡ് കുറയ്ക്കുക. അപ്പോൾ ഇപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധം ഡൗൺഗ്രേഡ് ചെയ്തു, ലോവർ ചെയ്തു, താഴേക്ക് കൊണ്ടുവന്നു. എന്നുവെച്ചാൽ അതിൽ ഈ രാജ്യങ്ങളും തമ്മിൽ പരസ്പരം ഉണ്ടായിരുന്ന ബന്ധങ്ങളിനകത്ത് കുറവ് വരുത്തി എന്നുള്ളതാണ് ഡൗൺഗ്രേഡ് ചെയ്യുക എന്നുള്ളത്. ഡിമോട്ട് ചെയ്യപ്പെടുക, ലോവേഡ്, റെഡ്യൂസ്ഡ്, കുറയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥം വരുന്നതാണ്. ഇവിടെ ടൈസ് എന്നുള്ള വാക്ക് വന്നിട്ടുണ്ട്. ടൈസിൻ്റെ ബന്ധങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ ഡിപ്ലോമാറ്റിക് ടൈസാണ്, ഇവിടെ ബയലാറ്ററൽ ടൈസാണ്. ഡിപ്ലോമാറ്റിക് ടൈസ് ആണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് ബന്ധങ്ങൾ, ഔദ്യോഗികമായിട്ടുള്ള ബന്ധങ്ങൾ കുറച്ചു അല്ലെങ്കിൽ അതിനെ കുറവ് വരുത്തി എന്നുള്ളതാണ്.
ദിസ് വാസ് ഫോളോഡ് ബൈ ക്രോസ് ബോർഡർ ഫൈറ്റിംഗ്. ക്രോസ് ബോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിർത്തി കടന്നുള്ള, എക്രോസ് ദ ബോർഡർ എന്നുള്ളതാണ്. ക്രോസ് ബോർഡർ, എക്രോസ് ദ ബോർഡർ എന്ന് വെച്ചാൽ അതിർത്തി കടന്നുള്ള, എക്രോസ് ദ ബോർഡർ. ക്രോസ് ബോർഡർ ട്രേഡ് എന്നൊക്കെ പറയാം. ക്രോസ് ബോർഡർ ഫൈറ്റ് എന്ന് വെച്ചാൽ അതിർത്തി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, അതിർത്തിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യുദ്ധം, വഴക്ക്. ക്രോസ് ബോർഡർ ട്രേഡ്, രാജ്യങ്ങൾ തമ്മിലുള്ള ക്രോസ് ബോർഡർ ട്രേഡ് എന്ന് പറയുമ്പം അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, അതിർത്തി കൂടെ. ഇപ്പോൾ ക്രോസ് ബോർഡർ ട്രേഡ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടും, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനോട്ടും, പാകിസ്ഥാനിൽ നിന്ന് അതിർത്തി കടന്ന് ഇങ്ങോട്ടും ഉള്ള ട്രേഡിനെയാണ്, അല്ലെങ്കിൽ വ്യാപാരത്തിനാണ് ക്രോസ് ബോർഡർ ട്രേഡ്. ക്രോസ് ബോർഡർ വയലൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുക, അക്രമം അഴിച്ചുവിടുക, ഇതിനാണ് ക്രോസ് ബോർഡർ വയലൻസ്, അല്ലെ ക്രോസ് ബോർഡർ ട്രേഡ്, ക്രോസ് ബോർഡർ ഫൈറ്റിംഗ്. പിന്നെ ക്രോസ് ബോർഡർ ടെററിസം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നുവെച്ചാൽ അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതിനാണ് ക്രോസ് ബോർഡർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ക്രോസിംഗ് ദ ബോർഡർ, എക്രോസ് ദ ബോർഡർ എന്നുള്ളതാണ്, അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. ദാറ്റ് കിൽഡ് അറ്റ്ലീസ്റ്റ് 48 പീപ്പിൾ. അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പറഞ്ഞ ഫൈറ്റിൽ 48 ആൾക്കാരോളം മരിച്ചു. ആൻഡ് ഡിസ്പ്ലേസ്ഡ്, ഡിസ്പ്ലേ ചെയ്താൽ ഈ ഒരു, ഇപ്പം നമുക്കറിയാം യുദ്ധമൊക്കെ ഉണ്ടാകുമ്പോൾ ആ യുദ്ധം ഉണ്ടാകുന്ന സ്ഥലത്തുനിന്ന് ആൾക്കാരെല്ലാം പലായനം ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകും. അപ്പം അങ്ങനെ പോകുന്നതിനാണ് ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒരു സ്ഥലത്തുനിന്ന് റീലൊക്കേറ്റ് ചെയ്യപ്പെടുക. ആൻഡ് ഡിസ്പ്ലേസ്ഡ് ഓവർ 3 lakh സിവിലിയൻസ്. 3 ലക്ഷം സിവിലിയൻസ്, സാധാരണ ജനങ്ങൾ 5 ദിവസം കൊണ്ട് അവരുടെ സ്ഥലത്തുനിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഡിസ്പ്ലേസ് ചെയ്യുക എന്നുള്ളത്. പ്ലേസ് ചെയ്യാതെ നമുക്കറിയാം അടുത്ത് പ്രതിഷ്ഠിക്കുക. അപ്പോൾ ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പൊതുവെ ആൾക്കാർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തു നിന്ന് അവർക്ക് മാറിപ്പോകേണ്ട ഒരവസ്ഥ. യുദ്ധമൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ഇല്ലേ, സിവിൽ സിവിൽ വാറൊക്കെ വരുമ്പോൾ, ഒരു പ്രദേശത്ത് ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അവിടെ ചിലപ്പോൾ താമസിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർ ആ സ്ഥലം വിട്ടു പോകുന്നതിനാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുക എന്നുള്ളത്. റീലൊക്കേറ്റഡ്, ഷിഫ്റ്റഡ്, മാറ്റപ്പെടുക, മൂഡ് എന്നൊക്കെയുള്ളതാണ്. ഒരു സ്ഥലത്തുനിന്ന് മൂവ് ചെയ്യപ്പെടുക. ഒന്നുകിൽ നമ്മൾ കൂടുതലും യുദ്ധ സമയത്തോ, അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരു ജനങ്ങൾക്ക് ഒരിടത്ത് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥ വരുമ്പോഴൊക്കെ അവർക്ക് ആ സ്ഥലം വിട്ടു പോകേണ്ട വരുന്ന അവസ്ഥയുണ്ട്. അതിനാണ് ഡിസ്പ്ലേസ് ചെയ്യപ്പെടുക എന്നതാണ്. ട്രാൻസ്ഫേർഡ് എന്നൊക്കെ പറയാം. ഓക്കെ. അപ്പോൾ അങ്ങനെ 3 ലക്ഷം ആൾക്കാരുള്ള അവരുടെ പിന്നെ ജീവിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന്, അല്ലെങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തുനിന്ന് അവർക്ക് മാറേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ മാറ്റപ്പെടേണ്ടി വന്നു, മാറ്റപ്പെട്ടു. അതാണ് ഡിസ്പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇൻ ലേറ്റ് ജൂലൈ അവസാനം, എ ഡിപ്ലോമാറ്റിക് പുഷ് ബൈ മലേഷ്യൻ പ്രൈം മിനിസ്റ്റർ അൻവർ ഇബ്രാഹിം. മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള അൻവർ ഇബ്രാഹിം ഒരു ഡിപ്ലോമാറ്റിക് പുഷ് എന്ന് പറഞ്ഞാൽ ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ട് എന്ന് പറഞ്ഞത്, ഒരു ഡിപ്ലോമാറ്റിക് ശ്രമം നടത്തി നോക്കി. ബാക്ക്ഡ് ബൈ ട്രംപ്. ബാക്ക്ഡ് ബൈ എന്ന് പറയുമ്പോൾ സപ്പോർട്ടഡ് ബൈ എന്നുള്ളതാണ്. ബാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരാളെ ബാക്ക് ചെയ്യുക, ഐ ആം ബാക്കിംഗ് ഹിം, ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഹീസ് ബാക്ക്ഡ് ബൈ മീ വെൻ ഹി വാസ് ഫേസിങ് പ്രോബ്ലംസ്, ഹി വാസ് ബാക്ക്ഡ് ബൈ മീ, അല്ലെങ്കിൽ ഐ ബാക്ക്ഡ് ഹിം എന്നും പറയാം. അതായത് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇത് ട്രംപിൻ്റെ സപ്പോർട്ടോടു കൂടി മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ നടത്തിയ ഒരു ഡിപ്ലോമാറ്റിക് എഫേർട്ട് പ്രൊഡ്യൂസ്ഡ് സീസ് ഫയർ. സീസ് ഫയർ എന്നാൽ വെടിനിർത്തൽ സാധിച്ചെടുത്തു എന്നുള്ളതാണ്. പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ പറയാം, നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെയുള്ളതാണ്. ഫലവത്താകുക, അല്ലെങ്കിൽ ഫലത്തിൽ കൊണ്ടുവരിക എന്നൊക്കെയുള്ള അർത്ഥം എന്താണ്? പ്രൊഡ്യൂസ്ഡ് എ സീസ് ഫയർ. സീസ് ഫയർ എന്ന് പറഞ്ഞാൽ ട്രൂസ്, സിസേഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്ന് വെച്ചാൽ, ട്രൂസ് എന്ന് പറയുന്നത് മുമ്പേ നമ്മൾ പറഞ്ഞാണ്, ഈ സമാധാനം ഉണ്ടാകുക, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന 2 പേര് തമ്മിൽ സമാധാനം ഉണ്ടാകുമ്പോൾ അതിനെ ട്രൂസ് എന്ന് പറയും. സമാധാനത്തിനുള്ള ധാരണ. സെസഷൻ ഓഫ് ഹോസ്റ്റിലിറ്റീസ് എന്ന് വെച്ചാൽ പരസ്പരമുള്ള ശത്രുത നിർത്തലാക്കുക, അല്ലെങ്കിൽ സീസ് ചെയ്യുക എന്ന് പറയുമ്പം സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സീസ് ഫയർ എന്ന് പറഞ്ഞാൽ സീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സ്റ്റോപ്പ് എന്നുള്ളതാണ്. സ്റ്റോപ്പിംഗ് ദ ഫയർ. ഫയർ എന്ന് പറഞ്ഞാൽ സാധാരണ വെടിനിർത്തൽ എന്നുള്ള അർത്ഥത്തിലാണ്. സീസ് ഫയർ എന്നുള്ള ഒറ്റ വാക്കാണത്, സീസ് ഫയർ. വെടിനിർത്തൽ സാധ്യമായി എന്നുള്ളതാണ്. ബട്ട് ടെൻഷൻസ് ലിഞ്ചേഡ്. പക്ഷേ എന്നാലും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു, തുടർന്നിരുന്നു എന്നുള്ളതാണ്. ലിഞ്ചർ റിമെയിൻ സ്റ്റേയ്ഡ്. ലിഞ്ചേഡ് എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ
ടെൻഷൻസ് ലിഞ്ചേഡ്, ടെൻഷൻസ് പ്രശ്നങ്ങൾ, എന്നാലും ഇരു കൂട്ടരും തമ്മിലോ അല്ലെങ്കിൽ അവർക്കിടയിൽ വീണ്ടും പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നുള്ള അർത്ഥം വരാൻ ലിഞ്ചേഡ് എന്ന് പറഞ്ഞാൽ. സ്റ്റേ എന്ന കേട്ടില്ലേ, നിലനിൽക്കുക അല്ലെങ്കിൽ തുടരുക എന്നൊക്കെയാണ്. റിമെയിൻ റിമെയിൻ ചെയ്തുകൊണ്ടിരുന്നു അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരുന്നു, അങ്ങനെയുള്ള അർത്ഥം വരുന്ന വാക്കാണ് ലിഞ്ചേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. In November, Thailand announced that it would suspend implementation of the ceasefire. നവംബറിൽ തായ്ലൻഡ് അനൗൺസ് ചെയ്തു, പ്രഖ്യാപിച്ചു, ഇറ്റ് വുഡ് സസ്പെൻഡ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സീസ് ഫയർ. അതായത് ഈ അൻവർ ഇബ്രാഹിമിൻ്റെയും ട്രംപിൻ്റെയും നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത വെടിനിർത്തലിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സസ്പെൻഡ് ചെയ്യുന്നത്. ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? നടപ്പിലാക്കുക എന്നുള്ളതാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത്. എക്സിക്യൂഷൻ, ക്യാരിയിങ് ഔട്ട്, ഓപ്പറേഷൻ എന്നുവെച്ചാൽ നടപ്പിലാക്കുന്നതിനാണല്ലോ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെടിനിർത്തൽ നടപ്പിലാക്കിയത് സസ്പെൻഡ് ചെയ്യുമെന്ന് തായ്ലൻഡ് അനൗൺസ് ചെയ്തു നവംബറിൽ. സസ്പെൻഡ് ചെയ്യാന്ന് എന്താ നമുക്കറിയാം. സസ്പെൻഡ് ചെയ്യാന്നാൽ അതിൻ്റെ മലയാള അർത്ഥം എന്താണ്? നിർത്തുക, അല്ലെങ്കിൽ ഇപ്പം ജോലി ചെയ്യുന്ന ഒരാളെ സസ്പെൻഡ് ചെയ്യാതെ പുറത്താക്കുക എന്നുള്ളതാണ്. ഇവിടെ വരുന്ന അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇറ്റ് വുഡ് സ്റ്റോപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സീസ് ഫെയർ എന്നുവെച്ചാൽ വെടിനിർത്തൽ പിന്നെ നടപ്പിലാക്കുന്നത് നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. ഇവിടെ സസ്പെൻഡ് ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇറ്റ് വുഡ് സ്റ്റോപ്പ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സീസ് ഫെയർ ആഫ്റ്റർ ലാൻഡ് മൈൻ ബ്ലാസ്റ്റ് ഇഞ്ചേർഡ് സെവറൽ സോൾജിയേഴ്സ്. നവംബറിൽ വീണ്ടും കംബോഡിയയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ലാൻഡ് മൈൻ ബ്ലാസ്റ്റിൽ, പൊട്ടിത്തെറിയിൽ തായ്ലൻഡിൻ്റെ കുറേ സോൾജേഴ്സിന് പരിക്കേറ്റപ്പോൾ തായ്ലൻഡ് പറഞ്ഞു ആ സീസ് ഫെയർ വെടിനിർത്തൽ അവർ സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. വെടിനിർത്തലിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കിയ ആ ഒരു അവസ്ഥ അവർ സസ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. ദാറ്റ് ഡിസിഷൻ സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ ഫൈറ്റിംഗ് ഓൺ December 7. അതാണ് വീണ്ടും ഡിസംബറിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഉള്ള പിന്നെ വഴക്കിലേക്ക് വീണ്ടും നയിച്ചത്. സെറ്റ് ദ സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ ടു മേക്ക് പ്രിപ്പറേഷൻസ് എന്നുള്ളതാണ്. സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ ഫൈറ്റിങ്ങിന് വേണ്ടി എല്ലാ തയ്യാറെടുപ്പുകളും ഇരു രാജ്യങ്ങളും ഈ തായ്ലൻഡിൻ്റെ ഈ തീരുമാനത്തോടുകൂടി ഉണ്ടായി എന്നുള്ളതാണ്. സെറ്റ് ദ സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ആരംഭിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയുള്ള നടപടികൾ തുടങ്ങുക, ആരംഭിക്കുക എന്നൊക്കെയുള്ളതാണ്. സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ ഗെയിം, സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ ഇലക്ഷന് വേണ്ടിയുള്ള പരിപാടികൾ ആരംഭിച്ചു, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. ഇവിടെ ഫൈറ്റിങ്ങിന് വേണ്ടി വീണ്ടും അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഗത്തു നിന്നുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ദാറ്റ് ഡിസിഷൻ, അതായത് തായ്ലൻഡിൻ്റെ ഈ സീസ് ഫെയർ സസ്പെൻഡ് ചെയ്യുക എന്നുള്ള തീരുമാനം സെറ്റ് ദ സ്റ്റേജ് ഫോർ ദി ഫൈറ്റിംഗ് ഓൺ December 7 വിത്ത് കംബോഡിയ അക്യൂസിങ് തായ്ലൻഡ് ഓഫ് ലോഞ്ചിങ് എയർ സ്ട്രൈക്സ്. അക്യൂസിങ് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക, വിമർശിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. കംബോഡിയ തായ്ലൻഡിനെ വിമർശിച്ചു. എന്തിന്? എയർ സ്ട്രൈക്ക് ലോഞ്ച് ചെയ്തതിന്. എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ വ്യോമാക്രമണം എന്നുള്ളതാണ്. എയർ സ്ട്രൈക്ക് എന്നുള്ളതാണ്. എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ, സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് എന്നുള്ള അർത്ഥമുണ്ട്. എയർ സ്ട്രൈക്ക് അല്ലെങ്കിൽ നേവൽ സ്ട്രൈക്ക് അല്ലെങ്കിൽ മിലിറ്ററി സ്ട്രൈക്ക് എന്നൊക്കെ പറയും. എയർ സ്ട്രൈക്ക് അല്ലെങ്കിൽ മിലിറ്ററി സ്ട്രൈക്ക്, നേവൽ സ്ട്രൈക്ക് എന്ന് പറയാം. നേവൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അറ്റാക്ക് എന്നുള്ള അർത്ഥമാണ്, ടു സ്ട്രൈക്ക്. എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ സ്ട്രൈക്ക് ബൈ ദ എയർഫോഴ്സ്, അല്ല അറ്റാക്ക് ബൈ ദ എയർഫോഴ്സ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ എയർബോൺ അറ്റാക്ക് എന്നൊക്കെ പറയാം. എയർബോൺ, BORN, എയർബോൺ അറ്റാക്ക് എന്നൊക്കെ പറയാം. എന്നുവെച്ചാൽ വ്യോമാക്രമണത്തിനാണ് എയർ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. മിലിറ്ററി സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ മിലിറ്ററി അറ്റാക്ക്, മിലിറ്ററി ആക്രമണം, ആർമി സ്ട്രൈക്ക് എന്ന് പറയാം. ആർമി സ്ട്രൈക്ക്.
അപ്പോൾ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. നേവൽ സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നാവികസേന, നേവി അറ്റാക്ക് ചെയ്യുന്നത് നേവൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആരംഭിക്കുക, അല്ലെങ്കിൽ ആരംഭിക്കുക എന്നുള്ള അർത്ഥമല്ല. ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം LAUNCH, ലോഞ്ച്. ടേക്ക് ഓഫ്, ടേക്ക് ഓഫ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ള അർത്ഥമാണ് ലോഞ്ച് ആൻഡ് എയർ സ്ട്രൈക്ക്. ഓപ്പൺ, സ്റ്റാർട്ട് എന്നൊക്കെ ഉള്ള അർത്ഥം വരുന്നതാണ്. ബിഗിൻ, തുടങ്ങുക, കമൻസ്, തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇനിഷ്യേറ്റ് ചെയ്യുക, അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുന്ന, ലോഞ്ച് ചെയ്യുക എന്നൊക്കെ മനസ്സിലല്ലേ. ലോഞ്ചിങ് ദ മിസൈൽ അല്ലെങ്കിൽ ലോഞ്ചിങ് ദി സാറ്റലൈറ്റ് എന്നൊക്കെ ഉള്ളത് മറ്റൊരർത്ഥത്തിലാണ് ഇവിടെ. ഇപ്പം ലോഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അർത്ഥം LAUNCHING. ലോഞ്ചിങ് ദ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ദ അറ്റാക്ക് എന്നുള്ളതാണ്. സ്റ്റാർട്ടിങ് ദ അറ്റാക്ക്, ആക്രമണം ആരംഭിക്കുന്നത്, ATTACK, സ്റ്റാർട്ടിങ് ദ അറ്റാക്ക് എന്നുള്ളതാണ്. ലോഞ്ചിങ് ദ മിസൈൽ അല്ലെങ്കിൽ ലോഞ്ചിങ് ദി സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരർത്ഥമാണ്. പ്രൊപ്പൽ ചെയ്ത് തള്ളിവിടുക എന്നുവെച്ചാൽ വിക്ഷേപിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് ലോഞ്ചിങ്. LAUNCHING, ലോഞ്ചിങ് ദി മിസൈൽ ടെസ്റ്റ്, ലോഞ്ചിങ് ദ മിസൈൽ, അല്ലെങ്കിൽ ലോഞ്ചിങ് LAUNCHING, ലോഞ്ചിങ് ദ സാറ്റലൈറ്റ്. സാറ്റലൈറ്റ് വിക്ഷേപിക്കുക അല്ലെങ്കിൽ മിസൈൽ വിക്ഷേപിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ലോഞ്ചിങ് ഇവിടെ എന്നുള്ളത്. ഇവിടുത്തെ ലോഞ്ചിങ് എയർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യോമാക്രമണം ആരംഭിച്ചത് തായ്ലൻഡ് ആണെന്ന് കംബോഡിയ തായ്ലൻഡിനെ കുറ്റപ്പെടുത്തി. ഡിസംബർ 7-ാം തീയതി നടന്ന അറ്റാക്കിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ തായ്ലൻഡിൻ്റെ ഈ തീരുമാനം, സസ്പെൻഡിങ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ സീസ് ഫയർ, വെടിനിർത്തൽ പ്രാവർത്തികമാക്കിയ അത് സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള തീരുമാനം സെറ്റ് ദ സ്റ്റേജ് ഫോർ ദ ഫൈറ്റിംഗ്, പുതിയ ഒരു യുദ്ധത്തിലേക്ക് അത് നയിച്ചു, അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കാര്യങ്ങൾ പോയി എന്നുള്ളതാണ് സെറ്റ് ദ സ്റ്റേജ് ഫോർ. സെറ്റ് ദ സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ സെറ്റ് ദി സ്റ്റേജ് ഫോർ, മേക്ക് പ്രിപ്പറേഷൻസ്, മേക്ക് ദ പ്രിപ്പറേഷൻസ്. അതിൻ്റെ അർത്ഥം ഇതാണ്. ഇപ്പം നമുക്ക് വേണേൽ പറയാം, ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈസ് സെറ്റിംഗ് the stage for the Lok Sabha election in 3 stages എന്നൊക്കെ പറയാം നമുക്ക്. അപ്പം ഇതാണ് സെറ്റിംഗ് ദ സ്റ്റേജ് എന്നുള്ളതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഇപ്പം ഫുട്ബോളിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഫിഫ ഈസ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ വേൾഡ് കപ്പ് ഫുട്ബോൾ 2026. ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞാണ്, 2026-ലല്ല. അപ്പോൾ ഇതാണ് സെറ്റിംഗ് ദ സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ. എന്നുവെച്ചാൽ മേക്ക് പ്രിപ്പറേഷൻസ്, ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്കുള്ള പിന്നെ നടപടിക്രമങ്ങൾ ആരംഭിക്കുക അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യുക, അതിനുവേണ്ടിയുള്ള ആ ഒരു സ്റ്റേജസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്, മനസ്സിലായിട്ട്. അപ്പോൾ അതാണ് സെറ്റ് ദ സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്തിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട. ഈ വാക്കുകളൊന്നും തന്നെ പൊതുവെ ആരും കേൾക്കാത്തതായിരിക്കാം, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതല്ല. എന്നുവെച്ചാൽ നമ്മളുടെ നോർമൽ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് കോൺവെർസേഷനിൽ, കാരണം നമ്മളിത് ന്യൂസ് പേപ്പറിൻ്റെ ഒരു എഡിറ്റോറിയൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വാക്കുകൾ ഉപയോഗിക്കുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാക്കുകളായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വാക്കുകൾ നമുക്ക്
പത്രം, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയും അത് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ വേർഡ് മീനിങ് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ യൂസേജസ് എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ഇംഗ്ലീഷ് ലേണിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ നമുക്ക് ഒരു എന്താണ് പറയുന്നത്, ഒരു മാസ്റ്ററി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. എളുപ്പമല്ല, ഈസി അല്ല, പക്ഷേ പോസിബിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോക്കകത്തിൽ നമ്മൾ ഇത്രയും വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ ഫെമിലറൈസ് ആയിട്ടുള്ളത്. ഒന്ന് പറയാൻ: റിസംഷൻ, ഹോസ്റ്റിലിറ്റീസ്, അൺട്രാവലിംഗ്, ഫ്രജൈൽ, ട്രൂസ്, സ്ലൈഡ് ടുവേർഡ്, കോൺഫ്ലിക്റ്റ്, എസ്കലേഷൻ, സ്കിർമിഷ് അല്ലെങ്കിൽ സ്കിർമിഷസ്, ഏൻഷ്യൻറ്റ്, കോണ്ടസ്റ്റഡ്, ബാനിങ്. ബാൻ എന്നുള്ള വാക്കിൻ്റെ ആണ്. കീ എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. കീ പോസ്റ്റ് എന്നൊക്കെ പറയും. കീ പോസ്റ്റ്, കീ പൊസിഷൻ എന്ന് പറയും. കീ പൊസിഷൻ അല്ലെങ്കിൽ കീ പോസ്റ്റ്. കീ പോസ്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി. കീ പേഴ്സൺ, പ്രധാനപ്പെട്ട വ്യക്തി. പിന്നെ അപ്പോൾ അങ്ങനെ അർത്ഥം എന്താണ്? കീ എന്നുള്ളതിൻ്റെ KEY. താക്കോലും കീ തന്നെയാണ്. ബോർഡർ ക്രോസിംഗ്, ഡ്രൈവിംഗ്, ബയലാറ്ററൽ ടൈസ്. ടൈസ് എന്ന് പറഞ്ഞാൽ ബന്ധങ്ങൾ എന്നുള്ളതാണ്. ദ ടൈസ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് ചൈന ആർ ഇംപ്രൂവിങ്. അങ്ങനെയാണ് നമുക്ക് പറയാം. അപ്പോൾ ടൈസ് എന്നാൽ ബന്ധങ്ങൾ എന്നുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ടൈസ് ബിറ്റ്വീൻ ടു ബ്രദേഴ്സ് എന്നൊക്കെ പറയാം. രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ. ഓക്കെ. അപ്പോൾ ബയലാറ്ററൽ ടൈസ് എന്നാൽ ഉഭയകക്ഷി ബന്ധങ്ങൾ, മ്യൂച്വൽ ആയിട്ടുള്ള. എക്സ്പ്ലോഷൻ എന്നാൽ ബോംബ് എക്സ്പ്ലോഷൻ, പൊട്ടിത്തെറി. ഡൗൺഗ്രേഡഡ്, ക്രോസ് ബോർഡർ, അതിർത്തി കടന്നുള്ള. ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ ഡിസ്ലൊക്കേറ്റഡ് എന്നൊക്കെയുള്ളതാണ്. ഒരു ലൊക്കേഷനിൽ നിന്ന് മാറ്റപ്പെടുക. ബാക്ക്ഡ് ബൈ മീൻസ് സപ്പോർട്ടഡ് ബൈ. സീസ് ഫെയർ, വെടിനിർത്തലാണ്. ലിഞ്ച് എന്ന് പറഞ്ഞാൽ റിമെയിൻ, തുടരുക അല്ലെങ്കിൽ നിലനിൽക്കുക എന്നൊക്കെയുള്ളതാണ്. ഇംപ്ലിമെൻറ്റേഷൻ എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. സെറ്റ് ദ സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ മേക്ക് ദ പ്രിപ്പറേഷൻ. അക്യൂസ് എന്ന് പറഞ്ഞാൽ ബ്ലെയിം ചെയ്യുക എന്നൊക്കെയുള്ളതാണ്. അക്യൂസ് ചെയ്യുക, അക്യൂസ്, ബ്ലെയിം ചെയ്യുക എന്നൊക്കെയുള്ളതാണ് അക്യൂസ് എന്ന് പറഞ്ഞാൽ. കംബോഡിയ അക്യൂസിങ് തായ്ലൻഡ് എന്ന് വെച്ചാൽ കംബോഡിയ തായ്ലൻഡിനെ അക്യൂസ് ചെയ്ത് എന്തിന് ഫോർ ലോഞ്ചിങ് എയർ സ്ട്രൈക്സ്, വ്യോമാക്രമണം നടത്തിയതിനെ തായ്ലൻഡിനെ കംബോഡിയ അക്യൂസ് ചെയ്തു, വിമർശിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്താണ് പറയുന്നത്, ഫോൾട്ട്, റിപ്രോച്ച് ചെയ്തു എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഈ പ്രധാനപ്പെട്ട, നമുക്ക് ഇതിനകത്തിലെ എല്ലാ വാക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിതിനകത്തിൽ പറയാത്ത വാക്കുകളാണ് മാർക്സ്, ഡേഞ്ചറസ് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഹെൽപ്പ്, ഹെൽപ്ഡ്, ബ്രോക്കർ നല്ല ഇടനില നിൽക്കുക അല്ലെങ്കിൽ ഇടനിലക്കാരൻ എന്നുള്ള അർത്ഥമാണ്. ഭീഷണി, ഭീഷണിപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥമായിരുന്നു. ഇവിടെ ത്രട്ടൺസ് റീജിയണൽ സ്റ്റെബിലിറ്റി എന്നുള്ളതാണ്. ആ സ്ഥലത്തെ സ്ഥിരത അല്ലെങ്കിൽ സമാധാനത്തിന് ഭീഷണി എന്നുള്ള അർത്ഥമാണ്. ലേറ്റസ്റ്റ് എന്നാൽ നമുക്കറിയാം ഏറ്റവും അടുത്തുള്ള. ബിഗിൻ എന്നുള്ളതിൻ്റെ തുടങ്ങി എന്നുള്ളതാണ്. എസ്കലേഷൻ ബിഗാൻ. കിൽഡ്, സ്കിർമിഷ് ഇതൊക്കെ പറഞ്ഞാണ്. റീജിയൻ എന്ന സ്ഥലം, ബോർഡർ, അതിർത്തി. അപ്പോൾ ഇതാണ് ഇത്രയും പ്രധാനപ്പെട്ട വാക്കുകൾ നമുക്ക് ഇന്ന് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പം അടുത്ത വീഡിയോയിൽ, ഈ സീരീസിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു പാരഗ്രാഫും അതിനകത്തിൽ വരുന്ന വാക്കുകളും നമുക്ക് പരിചയപ്പെടുകയും മനസ്സിലാക്കുകയും ചെയ്യാം. ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതൽ വാക്കുകളുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.